Okay. Good morning. Okay. Mark your attendance. Okay. Okay. അപ്പൊ നമ്മുടെ ആ പാഠത്തിൽ നമ്മളിപ്പോ ചെയ്യുന്ന ലെസന്റെ കഴിഞ്ഞ ലെസന്റെ കുറച്ച് എട്ടാമത്തെ ആക്ടിവിറ്റീസിൽ ഒന്നുകൂടി പറയാനുണ്ട് തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഞാൻ അത് ഒന്നുകൂടി പറയാം കേട്ടോ. ലാസ്റ്റ് ആക്ടിവിറ്റി, അതായത് എട്ടാമത്തത്, പേജ് നമ്പർ 21. 21. മിസ് ഏത് വിഷയം? മലയാളാണ് കേട്ടോ ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ അതില് പേജ് നമ്പർ 21, ആ ലാസ്റ്റ് എട്ടാമത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞില്ല, അപ്പോഴേക്കാണ് സമയം കഴിഞ്ഞു അല്ലേ നമ്മുടെ. അപ്പൊ അതുകൊണ്ട് അതൊന്നുകൂടി പറയാം. താഴെ കൊടുത്ത മൃഗങ്ങൾക്ക് പറയുന്ന മറ്റു പേരുകൾ കളത്തിൽ നിന്നും കണ്ടെത്താം എന്നാണ് അല്ലേ. അപ്പൊ ആദ്യത്തെ റോയിൽ എന്തുണ്ട്? ഓരോ മൃഗങ്ങളുടെ പേരുണ്ട്. രണ്ടാമത്തെ 2 റോയിലായിട്ട് ഒരു കുളത്തിലുണ്ട്. അപ്പൊ അതിന് മാച്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നമ്മൾ ആന അല്ലേ. കണ്ടോ മക്കളെ എല്ലാവരും? യെസ്. ഫോണിന്റെ ഡിസ്പ്ലേ പോയത് കൊണ്ട് എനിക്ക് പ്രസന്റ് ഇടാൻ പറ്റില്ല. ഓക്കെ. അജിസൽ അല്ലേ. ഓക്കെ, ഞാൻ പ്രസന്റ് ഇടാം, കുഴപ്പമില്ല. അപ്പൊ ആന, ഫസ്റ്റ് വൺ എന്താണ്? ആന. നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത് മക്കളെ? ആനയുടെ പര്യായപദങ്ങള്, ആനക്ക് പറയുന്ന മറ്റു പേരുകള്. ഗജം, കരി. കരിയല്ല കേട്ടോ, കരി. ഗജവും കരിയുമാണ്. അപ്പൊ ആനാന്ന് എഴുതുക, ഒരു ഹൈഫൻ ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ടിലേക്ക് എഴുതുമ്പോ അങ്ങനെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് മാൻ. മാൻ എന്താണ് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സില്? മാൻ, ഹരിണം, പിന്നെയോ താരംഗം അല്ലേ. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ എന്താ പറഞ്ഞത്? സിംഹം. സിംഹത്തിന്റെ ഏതൊക്കെയാ? സിംഹി, കേസരി. അല്ല, ഏതാ നിങ്ങൾ കേസരി, ഹരി, പിന്നെയോ ഹരി. ഹരിയിലേത്? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നായ. നായ ഏതൊക്കെയാ മക്കളെ? നായക്ക് ശ്വാനൻ കണ്ടോ, ലാസ്റ്റ് ആദ്യത്തെ റോയില് ലാസ്റ്റിലെ ശ്വാനൻ. പിന്നെ എന്താന്നറിയോ, അതേ റോയിൽ തന്നെ മുകളിലുള്ളത് ശുനകൻ. കണ്ടോ, ശ്വാനനും ശുനകനും. ഓക്കെ. അടുത്തത് ലാസ്റ്റ് വൺ കുറുക്കൻ. എന്തൊക്കെയാ? ജംബുകൻ, ഊളൻ. ജംബുകൻ എന്നും പറയാ, ഊളൻ എന്നും പറയാം. അപ്പൊ കോമ ഇട്ടിട്ട് എഴുതണം. ജംബുകൻ, കോമ, ഊളൻ. എന്ത് പറ്റി സന ഉമ്മേനെ വിളിക്കുന്നേ? Can you hear me, സന? ഒന്നും കൂടെ പറയോ? മിസ് ഒന്നുകൂടി മൊത്തം പറയാം. അതിലത്തെ എട്ടാമത്തെ ആക്ടിവിറ്റീസിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താണ്? ആന, ഗജം, കരി. ഓക്കെ. ആനാന്ന് എഴുതുക, ഹൈഫൻ ഇടുക, ഗജം കോമ ഇട്ടിട്ട് കരി. നെക്സ്റ്റ് മാൻ, ഹരിണം, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സിംഹം, കേസരി, ഹരി. നായ, ശ്വാനൻ, ശുനകൻ, കുറുക്കൻ, ജംബുകൻ, ഊളൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു പാഠം ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? ആക്ടിവിറ്റീസ് കഴിഞ്ഞ ക്ലാസ് കേറാത്ത കുട്ടികളും എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടിട്ട്. ഏതാണ്? നായയുടേതാണോ? അപ്പൊ നായ, ശ്വാനൻ. ആദ്യത്തെ കണ്ടോ, ശ്വാനൻ, ശുനകൻ. അല്ലെങ്കിൽ ശുനകൻ എഴുതി കോമഡി ശാനൻ എഴുതിയാലും മതി. കണ്ടു നിങ്ങൾ? ഫസ്റ്റ് റോയില്, അതായത് 3 റോയല്ലേ നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേൽ നമ്മൾ പറയുന്ന ചോദ്യം, പിന്നെ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ ആണ് ഇപ്പുറം പറയുന്നത്. അതിൽ ആദ്യത്തേൽ തന്നെയാണ് രണ്ടും ഉള്ളത്, ശുനകനും ശ്വാനനും. കണ്ടോ? പിന്നെ വരുന്ന കുറുക്കൻ. കുറുക്കൻ എന്താ? ജംബുകൻ, ഊളൻ. അത് ഒന്നാമത്തേലും രണ്ടാമത്തേലും ആയിട്ടാ ഉള്ളത്. മിസ്സേ ഹരി എന്തിനാ? അത്
ഹരി. എന്തിനാ ഹരി നമ്മൾ പറഞ്ഞേ? സിംഹത്തിനല്ലേ? അല്ല, അതെ, സിംഹം. സിംഹം. ഓക്കെ. ഇനി അടുത്ത പാഠാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ് കയറാത്ത കുട്ടികള്, കയറാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കില് അപ്പൊ നോട്ടിലേക്കും പകർത്തി എഴുതണം. ഏതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞൊക്കെ, അതായത് അർത്ഥം, തന്നിട്ട് അതിനുശേഷം എഴുതിയാൽ മതി. പിന്നെ ക്രമം ശരിയാക്കി എഴുതുക, ചൊല്ലുകൾ എഴുതുക, മാതൃക പോലെ നിറചേർന്ന് വരുന്ന എതിർപദങ്ങൾ. അത് എതിർപദങ്ങളിന് ഹെഡിങ് എഴുതിയിട്ട് ഭയം, നിർഭയം, ദോഷം, നിർദോഷം, വികാരം, നിർവികാരം, ഗുണം, നിർഗുണം. ആറാമത്തെ ആക്ടിവിറ്റീസ്, മൃഗങ്ങളിലെ ആണിനും പെണ്ണിനും പറയുന്ന പേരുകൾ കണ്ടെത്തി എഴുതാം. കൊമ്പനാന, പിടിയാന, പോത്ത്, എരുമ, കാള, പശു, സിംഹം, സിംഹി, അല്ലെങ്കിൽ കടുവ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഏഴാമത്തത്, കാട്ടുമൃഗങ്ങളെയും വീട്ടുമൃഗങ്ങളെയും വേർതിരിച്ചെഴുതാം. മൃഗങ്ങള്, കാട്ടുമൃഗങ്ങള്, വീട്ടുമൃഗങ്ങള്. അതിൽ നമ്മൾ പറഞ്ഞു എന്ത്? പൂച്ച, ആന, പശു എന്നുള്ളത്. ആനയാണ് കാട്ടുമൃഗം, പിന്നെ പൂച്ചയും പശുവും വീട്ടുമൃഗമാണ്. കാള, പുലി, കരടി. പുലി കാട്ടുമൃഗങ്ങളാണ്, പിന്നെയോ കരടിയും, അല്ലെ? കാളയാണ് വീട്ടുമൃഗം. അടുത്തത് പോത്ത്, സിംഹം. അതിൽ കാട്ടുമൃഗം. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. അടുത്തത് പോത്ത് വീട്ടുമൃഗം, പിന്നെ കടുവ, എരുമ. അതില് കടുവയാണ് കാട്ടുമൃഗം, എരുമ വീട്ടുമൃഗം. ഓക്കെ, അത്രയാണ് അതിൽ ഫിനിഷ് ചെയ്യാനില്ല. അപ്പൊ മൊത്തമായില്ലേ? കംപ്ലീറ്റ് എഴുതിയില്ലേ എല്ലാവരും? യെസ്. അപ്പൊ നമുക്ക് ഇനി ഏതാണ്? അഞ്ചാമത്തെ ലെസൺ ആണ് ഇന്ന് പഠിക്കാനുള്ളത്, അല്ലേ? അപ്പൊ നമുക്ക് അതിനു മുന്നേ ഏതൊക്കെ പാഠത്തിന്റെ എക്സാം ഇടാനുണ്ട്? ഇനി രണ്ട് പാഠമായിരുന്നു നമ്മളെ എക്സാമിന്, അല്ലേ? മൂന്നാമത്തെ പാഠം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ മൂന്നാമത്തെ പാഠവും നാലാമത്തെ പാഠവും, ഇപ്പൊ അഞ്ചാമത്തെ പാഠം ഫിനിഷ് ഇല്ല, നാലാമത്തെ പാഠം. രണ്ട് പാഠത്തിന്റെ ഒരു എക്സാം അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും കേട്ടോ. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ഒരു ക്ലാസ് ടെസ്റ്റ്, കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതുപോലെ പഠിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരും കേട്ടോ. 3:15 ക്ലാസ്സിലാ. നമുക്കിപ്പോ പാഠം എടുക്കാം. അഞ്ചാമത്തെ ലെസൺ ഇല്ലേ? എടുക്ക്. 3:15 ക്ലാസ്സിലും 3:15 ക്ലാസ്സിലും മലയാളം ക്ലാസ് ഉണ്ടാവും കേട്ടോ. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിലാണോ? അല്ല, അതിലല്ല. അപ്പോഴേക്കും നിങ്ങൾ പഠിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത നെക്സ്റ്റ് ഇനി വരുന്ന നമ്മുടെ ക്ലാസ്സിൽ, മലയാളം ക്ലാസ്സിൽ രണ്ട് പാഠം, 3ഉം 4ഉം. ഓക്കെ, അതായത് പൂമ്പാറ്റയോട് ആരാണ് മുമ്പൻ, ആ 2 ലെസൺ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല. തരും, അയച്ചു തരും കേട്ടോ. ഇന്ന് തന്നെ പറ്റുന്നത്ര അയച്ചു തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പാഠം 5 എന്താണ്? അമ്മയോട് പറയാൻ. കണ്ടോ നിങ്ങളെ? അഞ്ചാമത്തത് എടുത്തെല്ലാവരും. 22, പേജ് നമ്പർ 22, അമ്മയോട് പറയാൻ എന്നാണ് ലെസന്റെ പേര്, അല്ലേ? അമ്മയോട് പറയാൻ. ചെറുശ്ശേരിയുടേതാണ്, അല്ലെ? ഈ പോയ ആരുടേതാ? ചെറുശ്ശേരിയുടേതാണ്. കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വരികളാണ് ഇത്, അല്ലെ? അമ്മയോട് പറയാൻ. ചെറുശ്ശേരിയെ കുറിച്ച് അറിയോ നിങ്ങൾക്ക്? ആരായിരുന്നു ചെറുശ്ശേരി? ചെറുശ്ശേരി ആരാണെന്ന്, അല്ലേ? ചെറുശ്ശേരി ആരാ? പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ് ആര്? ചെറുശ്ശേരി കേട്ടോ. ഓർമ്മിച്ചു നോക്കണേ. ആധുനിക കവിത്രയങ്ങൾ ആരാണെന്ന് അറിയോ? ഇല്ല. പ്രാചീന കവിത്രയങ്ങളെയും അറിയില്ല. ഞാൻ പലതവണ ഓരോ പാടെടുക്കും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. പ്രാചീന കവിത്രയങ്ങളും ആധുനിക കവിത്രയങ്ങളും. ത്രയം എന്ന് പറഞ്ഞാൽ എത്രയാ? ത്രയം എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 3 എന്നാണ്. അപ്പൊ 3 ആള് ചേർന്നതാണത്, അല്ലെ? കവിത്രയം, 3 കവികൾ. അപ്പൊ ആരൊക്കെയാണ്?
പ്രാചീന കവിത്രയങ്ങൾ അറിയോ? എഴുത്തച്ഛനെ കേട്ടിട്ടുണ്ടോ? എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് ഫുൾ നെയിം അല്ലേ? എഴുത്തച്ഛൻ. പിന്നെയോ ചെറുശ്ശേരി ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം എഴുതിയിട്ട് പ്രശസ്തനായത് അല്ലേ? ഓക്കെ, ചെറുശ്ശേരി. ആ ഒറ്റ ഒരു കൃതി കൊണ്ട് തന്നെ അദ്ദേഹം കവിത്രയങ്ങളിൽ പെട്ടു അല്ലെ? പ്രാചീന കവിത്രയങ്ങളില്. കൃഷ്ണഗാഥ ആരുടെ കഥയാണ്? കൃഷ്ണഗാഥയിൽ നിന്നറിയോ? കൃഷ്ണന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആണ് കേട്ടോ. കൃഷ്ണന്റെ ജനനം മുതല് സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഏതില്? കൃഷ്ണഗാഥയിൽ വിവരിക്കുന്നത്. അപ്പോ കൃഷ്ണഗാഥ എന്ന ഒറ്റൊരു കാവ്യം കൊണ്ട് തന്നെയാണ് ഈ ചെറുശ്ശേരി കവിത്രയത്തിൽ പെട്ടത് അല്ലെ? പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായത്. അപ്പോ ഒന്ന് ചെറുശ്ശേരി, രണ്ടാരെ ഇപ്പം പറഞ്ഞ മിസ്സേ? ചെറുശ്ശേരിയെ പറഞ്ഞു. പിന്നെ ഓക്കെ, എഴുത്തച്ഛൻ. പിന്നെ കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ അല്ലെ? 3 പേരാണ്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ അല്ലെ? ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് ചോദിച്ചാൽ കിട്ടാതിരിക്കാൻ പാടില്ല. പ്രാചീന ആരൊക്കെയാ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പോ ചെറുശ്ശേരി കൃഷ്ണഗാഥ കൊണ്ട് പ്രശസ്തനാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ എഴുത്തച്ഛനോ? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. നെക്സ്റ്റ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? അങ്ങനെയാണ് ഈ 3 പേരാണ് ആരൊക്കെ? പ്രാചീന കവിത്രയങ്ങളിൽ പെടുന്നവര് 3 പേരാണ്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ രചയിതാവ് എന്നറിയപ്പെടുന്നു എഴുത്തച്ഛൻ. നെക്സ്റ്റ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥ എന്ന ഒരൊറ്റ കാവ്യം കൊണ്ട് പ്രശസ്തനാണ് ആര്? ചെറുശ്ശേരി. കൃഷ്ണഗാഥയിൽ ആരുടെ ജീവചരിത്രമാണ് പറയുന്നത് എന്നാ പറഞ്ഞത്? ആരുടെയാണ് മക്കളെ? ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും ഒന്ന് ഉഷാറായേ. കൃഷ്ണന്റെ. ഓക്കെ, ശ്രീകൃഷ്ണന്റെ ജനനം മുതല് സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് അതിൽ വിവരിക്കുന്നത് അല്ലേ? കൃഷ്ണന്റെ ലീലകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോയാൻ പഠിക്കാനുണ്ട് ചെറുശ്ശേരിയുടേത് അല്ലേ? അപ്പൊ അതില് ഒരു കഥ നമുക്ക് ഇന്ന് അതിൽ നിന്ന് കുറച്ചുള്ള വരികളാണ് ഇവിടെ പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ കൃഷ്ണഗാഥയിൽ നിന്നുള്ള വരികൾ. ഓക്കെ, അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് മിസ് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഇല്ല അറിയില്ല എന്ന് പറയോ? അപ്പോ പ്രാചീന കവിത്രയങ്ങളെ അറിഞ്ഞു. അപ്പൊ അത് അറിയുന്ന സമയത്ത് തന്നെ ആധുനിക കവിത്രയങ്ങൾ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങള് അറിയോ? ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? അപ്പൊ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരാളുടെ കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു, ചെറുശ്ശേരിയുടേത്. അപ്പൊ പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആധുനിക കവിത്രയങ്ങളെ കുറിച്ച് പറയണ്ടേ? ആരൊക്കെയാ ആധുനിക കവിത്രയങ്ങള്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാൻ കുമാരനാശാൻ, ഉള്ളൂർ പരമേശ്വരയ്യർ. പിന്നെയോ വള്ളത്തോൾ എസ് നാരായണ മേനോൻ അല്ലേ? മനസ്സിലായോ? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. ഒന്നുകൂടി പറയാം മിസ്സേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്ത വരികളാണെന്ന് പറഞ്ഞു അല്ലേ? അമ്മയോട് പറയാൻ എന്നാണ് പാഠത്തിന്റെ പേര്, ലെസന്റെ നെയിം അല്ലേ? ഓക്കെ, അപ്പൊ പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ് ആര്? ചെറുശ്ശേരി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രാചീന കവിത്രയങ്ങളെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാ? ത്രയെന്ന് പറഞ്ഞാൽ 3 പേരാണ്. ആരൊക്കെയാണെന്നാ പറഞ്ഞ നമ്മള് പ്രാചീന കവിത്രയങ്ങളെ? മറന്നുപോയോ? ഓക്കെ, എഡ്വിൻ, ആരൊക്കെയാ? ചെറുശ്ശേരി, അഡ്മ്യൂട്ട് ചെയ്യാനാവില്ലേ? കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ.
അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാചീന കവിത്രയത്തെ പറ്റി പറയുമ്പോ ആധുനിക കവിത്രയങ്ങളും കൂടി പറയണം അല്ലെ, എന്നാലേ നിങ്ങൾക്ക് അറിയൂലോ. അപ്പൊ ആരൊക്കെയാ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, 3 പേര് അല്ലെ. ആശാൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. അവരുടെ ഫുൾ നെയിം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എന്ത് പറയും? എനിക്ക് അറിയില്ല എന്ന് പറയുവോ? ഇല്ല. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഓക്കെ, അപ്പോ അവർക്കും ഉണ്ട് ഒരു വിശേഷങ്ങൾ. എന്ത്? ആശാൻ ആശയഗംഭീരൻ. ആശാൻ ആരാണ്? ആശയഗംഭീരൻ. ഉള്ളൂർ എന്താ? ഉള്ളൂരിന്റെ ഉജ്ജ്വല ശബ്ദാഢ്യൻ. ഉജ്ജ്വല ശബ്ദാഢ്യൻ. വള്ളത്തോളോ? വള്ളത്തോളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വള്ളത്തോൾ ആരാ? ശബ്ദസുന്ദരൻ അല്ലേ? ശബ്ദസുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അവർക്ക് ഒരാൾക്കുള്ള വിശേഷണം. അപ്പൊ ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങള്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആശാന്റെ ഫുൾ നെയിം ആശാൻ കുമാരനാശാൻ എന്നാണ് അല്ലെ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ ആശാൻ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നു, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നു, വള്ളത്തോൾ ആരാ? ശബ്ദസുന്ദരൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് അമ്മയോട് പറയാൻ എന്ന ഈ കവിത. ഇന്ന് പഠിക്കേണ്ട കവിതയില് എന്താണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മഹാകവിത്തിന് എടുത്തതാണ് അല്ലെ, കുറച്ച് വരികൾ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു കൃഷ്ണഗാഥയിൽ ആരുടെ കഥയാണ് വിവരിക്കുന്നത്? ആരുടെ കഥയാണെന്നാ പറഞ്ഞ നവമി? ശ്രീകൃഷ്ണന്റെ. ഓക്കെ, ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത്. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണന്റെ ഒരു ഭാഗം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമുക്കിന്ന് ഇതിലും പഠിക്കാനുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാണ്? അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ. നൽചേല 4 അമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ, എന്നെ മറക്കൊല്ല എന്നെങ്ങനെ. പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊൽക പിന്നെ. വെണ്ണയും പാലും ഇങ്ങാരാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചോളമ്മ. കേണുകൊണ്ടന്നു വഴക്കായിപ്പോയി ഞാൻ ഊണിന്നു വാരാതെ നിന്ന നേരം. തെണ്ടമായെന്നതിനന്നു നീ നൽകിന കണ്ടിക്കഞ്ചേല മറക്കൊല്ലാതെ. പൊങ്ങിനോരോശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണിയെങ്ങാനും വീഴൊല്ലാതെ. പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ. ചേണൂറ്റു നിന്നുള്ളോരോണവില്ലൊന്നുമേ ഞാണറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. അല്ലേ, ഇതാണ് വരികള്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലെ നൽകിച്ചൊന്നാൻ. നൽചേല 4 അമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ. നൽചേല 4 അമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകേണം ഇന്നു തന്നെ. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ, എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. പാൽവെണ്ണയുണ്ണാഞ്ഞ് വേദനയുണ്ടുള്ളിൽ പാരമെനിക്കെന്നു ചൊൽക പിന്നെ. വെണ്ണയും പാലും ഇങ്ങാരാനും
പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലി ഓക്കെ, കേൾക്കുന്നുണ്ടോ? യെസ്. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. കേണുകൊണ്ടെന്നു വഴക്കായി പോയി ഞാൻ ഊണിന്നു വാരാതെ നിന്ന നേരം. തെണ്ടമായെന്നതിനന്നു നീ നൽകിന കണ്ടിക്കഞ്ചേല മറക്കൊല്ലാതെ. പൊങ്ങിനോരോശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണിയെങ്ങാനും വീഴൊല്ലാതെ. പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളേണം പാരാതെ നീ. ചേണുറ്റു നിന്നുള്ളൊരോണവില്ലൊന്നുമേ ഞാണറ്റു പോകല്ല ഞാൻ വരുമ്പോൾ. അല്ലേ? കൃഷ്ണഗാഥയിലെ ഇത്ര വരികളാണ് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? എന്താന്ന് നോക്കാം അല്ലെ? നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ, എന്താ പറഞ്ഞേ? അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ. ചെമ്മുള്ള, എന്താ അർത്ഥം? ചെമ്മുള്ള ഭംഗിയുള്ള, അല്ലെ? ചെമ്മുള്ള ഭംഗിയുള്ള എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ് അജിസലിന്? കുറെ സമയമായല്ലോ കൈപൊക്കുന്ന. അജിസലെ കേൾക്കുന്നില്ലേ? അജിസൽ മിസ് പറയുന്ന സ്റ്റക്കായ കേക്കുന്ന, പിന്നെ ഇടക്കിടക്ക് ഒരു തരിപ്പ് പോലെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ മറ്റുള്ളവർക്ക്? ഇടക്കിടക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? അത് അജിസലിനാണോ അല്ല മറ്റു കുട്ടിയൊക്കെ ഉണ്ടോ? ഇല്ല, എറിക്കിനില്ല, നവമിക്കില്ല, സെൽന എലിസബത്തിനില്ല, ആർക്കും ഇല്ല. കുഴപ്പമില്ല, എല്ലാവർക്കും ഓക്കെയാണ് അല്ലേ? ഓക്കെ. ഏഞ്ചൽ റോസിനുണ്ടോ? ഏഞ്ചൽ റോസിന് കേൾക്കുന്നില്ലേ? കട്ടായി പോയായിരുന്നു, ഇടക്കൊന്ന് കട്ടായി പോയി. ഓക്കെ, അത് നമുക്ക് നെറ്റ് പോയി. ഇപ്പൊ ഓക്കെ ആയല്ലോ, അന്ന പാടും വന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അമ്മയോട് പറയാൻ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പൊ ചെമ്മുള്ള, അതിൽ നമ്മൾ ആദ്യത്തെ ലൈൻസ് പാടുന്ന സമയത്ത് അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദന്തൻ കയ്യിലെ നൽകിച്ചൊന്നാൻ. അല്ലേ? നന്ദന്തൻ. ഇവിടെ എന്താണ്, ഏതൊരു ഭാഗത്തെയാണെന്ന് അറിയോ? എന്താണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് എന്നറിയോ? നന്ദഗോപര്. കേൾക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ. അപ്പോ ശ്രീകൃഷ്ണനെ കാണാൻ, ആരെ? ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ, രാജാവായ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി നന്ദഗോപൻ അമ്പാടിയിൽ നിന്നും ദ്വാരകയിലെത്തുന്ന സന്ദർഭമാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. അല്ലെ? അപ്പൊ ശ്രീകൃഷ്ണൻ എന്താണ്, രാജാവായ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് നന്ദഗോപർ ആരാണെന്ന് അറിയോ? ശ്രീകൃഷ്ണന്റെ വളർത്തച്ഛനാണോ പിന്നെയോ സ്വന്തം അച്ഛനാണോ? ഓക്കെ, അറിയോ? ആർക്കൊക്കെ അറിയാം? ശ്രീകൃഷ്ണന് രണ്ട് അച്ഛനമ്മമാരുണ്ട്, 2 പേരുണ്ട്. അതിൽ ആരാണ് വളർത്തച്ഛൻ? മറ്റേത് പോറ്റച്ഛൻ ഏതാണ്? അല്ല, വളർത്തച്ഛൻ ഏതാണ്? പെറ്റമ്മയാണ്, പോറ്റമ്മയുണ്ട് അല്ലേ? ഒരാൾ പ്രസവിക്കുന്നത്, ഒരാൾ വളർത്തുന്നു. 4 അച്ഛനും അമ്മയും ഉണ്ട്. അപ്പൊ ആരാണ് ഒറിജിനൽ അച്ഛൻ അറിയോ? ആരെങ്കിലും ഏതെങ്കിലും അച്ഛനെ അറിയോ? ടോഷിനെ അറിയോ? ടോഷൻ ഇവിടെ ജോയലിനെ അറിയാം. എന്താ ജോയലേ? 4 ആളുണ്ട് അല്ലെ? 2 അച്ഛനമ്മമാർ, 2 അച്ഛനും ഉണ്ട്, 2 അമ്മയും ഉണ്ട് കൃഷ്ണന്. അപ്പൊ അതിലേതാണ് വളർത്തച്ഛൻ, ഏതാണ് സ്വന്തം അച്ഛൻ അറിയോ നിങ്ങൾക്ക്?
സ്വന്തം അച്ഛൻ. സ്വന്തം അച്ഛൻ എന്ന് പറഞ്ഞാല് ഒരു അമ്മ അമ്മയാണെങ്കിൽ എന്ത് പറയും? പെറ്റമ്മയും പോറ്റമ്മയും അല്ലേ? പ്രസവിച്ച അമ്മ ഒന്ന്, പോറ്റി വളർത്തിയ അമ്മ വേറെയാണ് അല്ലേ? ഓക്കെ, അങ്ങനെയുണ്ട് രണ്ടുപേര്. അതിൽ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ശ്രീകൃഷ്ണനെ അറിയോ? അമ്മയുടെ പേര് യശോദ. ആ, വെരി ഗുഡ്, യശോദ. ആരാ പറഞ്ഞേ ഇപ്പോ? അജ്സൽ. അജ്സലാണോ? വെരി ഗുഡ്, വെരി ഗുഡ് അജ്സൽ. അമ്മയുടെ പേര് യശോദ അല്ലേ? യശോദയുണ്ട്. പിന്നെ ദേവകീനും പേരുണ്ട് ഒരാളുടേത്. അപ്പൊ ഇതിൽ ആരാണ് വളർത്തമ്മ, ഏതാണ് പോറ്റമ്മ എന്നറിയോ? അല്ല, പെറ്റമ്മ ഏതാണെന്ന് അറിയോ? യശോദ അല്ല, അശോദ. നോ 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 നോ. അപ്പോ എന്താണ്? ദേവകിയാണ് അല്ലെ പെറ്റമ്മ. പോറ്റമ്മയാണ് ആര്? യശോദ. പക്ഷെ നമുക്ക് തോന്നില്ല അല്ലേ? അപ്പൊ ശ്രീകൃഷ്ണന് ശരിക്കും രണ്ടമ്മയുള്ളത് പോലെ തന്നെയാണ് അല്ലേ? അപ്പോ അതുപോലെ വസുദേവരും പിന്നെ ആരാ? നന്ദഗോപരും, അതാണ് അച്ഛന്മാർ. അപ്പൊ വസുദേവർ എന്ന് പറഞ്ഞാല് സ്വന്തം അച്ഛൻ അല്ലേ? പിന്നെയോ മറ്റേത് വളർത്തച്ഛൻ, നന്ദഗോപൻ. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവ് എവിടെയാ? ദ്വാരകയിലാണ്. അപ്പൊ അമ്പാടിയിലാണ് അവന്റെ ലീലകൾ അല്ലെ? അവൻ വളരുന്നത് അമ്പാടിയിൽ നിന്നാണ്. എവിടെ? യശോദയുടെ കൂടെയാണ് വളരുന്നത്. നന്ദഗോപരുടെയും യശോദയുടെയും സംരക്ഷണത്തിലാണ് ആര്? ശ്രീകൃഷ്ണൻ വളരുന്നത്. കുഞ്ഞു ശ്രീകൃഷ്ണൻ വളർന്നു വരുന്നത് അല്ലേ? ആ, ഇപ്പൊ വലിയ കുട്ടിയായ സമയത്ത് അവൻ രാജാവായി ദ്വാരകയിലാണ് ഉള്ളത്. അപ്പൊ ദ്വാരകയിലേക്ക് ആര്? അച്ഛനായ വളർത്തച്ഛനായ നന്ദഗോപര് എത്തുന്നതാണ് ഇവിടുത്തെ നമ്മുടെ കഥയിലെ സന്ദർഭം അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്? രാജാവായ ശ്രീകൃഷ്ണനെ കാണാൻ നന്ദഗോപര് അമ്പാടിയിൽ നിന്നും ദ്വാരകയിൽ എത്തുന്നു. അതാണ് ഇവിടെ കഥയിലെ സന്ദർഭം. ഓക്കെ, അത്ര ക്ലിയർ ആയോ? അപ്പോ ദേവകിയുടെ അമ്മ പെറ്റമ്മ ദേവകിയും പോറ്റമ്മ യശോദയുമാണ്. അച്ഛൻ വസുദേവരും നന്ദഗോപര്. വളർത്തച്ഛനാരാ? നന്ദഗോപര്. ഓക്കെ, അപ്പൊ ഈ വളർത്തച്ഛനായ നന്ദഗോപരാണ് എവിടെ? അമ്പാടിയിൽ നിന്നും ദ്വാരകയിലേക്ക് പോകുന്നത്. നിങ്ങൾ കൃഷ്ണന്റെ കഥ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? വെണ്ണ കെട്ട് നിന്ന കള്ളനാണ് കൃഷ്ണൻ. കേട്ടിട്ടുണ്ടോ? യെസ്, അത് കേട്ടിട്ടുണ്ട് ഏതായാലും അല്ലേ? അപ്പൊ ഈ യശോദയോടാണ് ഈ കളികളൊക്കെ ലീലകളൊക്കെ കാണിക്കുന്നത്. യശോദയാണ് അമ്മ വളർത്തുന്നത് അല്ലേ അവനെ. അപ്പോ യശോദയുടെ അടുത്താണ് വെണ്ണ കെട്ടുന്നതും ഒക്കെ കാണിക്കുന്നത് അല്ലേ? വെറും കള്ളനാണ് അവൻ, വെണ്ണക്കള്ളൻ അല്ലേ? ഇതൊക്കെയാണ്. പിന്നെ എന്താണ്? ഗോപശ്രീകൾ കുളിക്കുമ്പോ അവരുടെ വസ്ത്രം എടുത്ത് ഒഴിപ്പിച്ചു വെക്കല്, ഇങ്ങനെ കള്ളക്കളിയാണ് എല്ലാം അല്ലേ? അങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ കുറച്ച് കഥകളെങ്കിലും വായിച്ച് മനസ്സിലാക്ക്. ആരാണ് ശ്രീകൃഷ്ണൻ, എന്താണ് കൃഷ്ണഗാഥയിൽ പറയുന്നത് അല്ലേ? ചെറുശ്ശേരി എന്താണ് എഴുതിയത് എന്നൊക്കെ നോക്ക്. ഏതൊക്കെയല്ലോ കണ്ണന്റെ ലീലകൾ എന്നെല്ലാം പറഞ്ഞ് കുറേ പാഠഭാഗം നമുക്ക് ഇനി അങ്ങോട്ട് മുതിർന്ന ക്ലാസ്സിലേക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാചീന കവിത്രയങ്ങളെയും ആധുനിക കവിത്രയങ്ങളെയും ഒക്കെ അറിഞ്ഞിരിക്കണം. നമുക്ക് അങ്ങോളം മലയാളം പഠിക്കാനുള്ളതല്ലേ? അപ്പൊ ആരൊക്കെയാണ് പോയറ്റ്സ്, ഏതൊക്കെയാണ് എന്നല്ലേ? നമ്മൾ മലയാളം ഒക്കെ പഠിച്ച് നമ്മൾ മുതിർന്ന ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ ആൻസർ അറിയില്ല പറഞ്ഞാൽ എന്താണ്? മലയാളം പഠിപ്പിച്ച മിസ്സിന്റെ മിസ്റ്റേക്ക് ആണത് അല്ലേ? ഇതൊന്നും പറഞ്ഞു തന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ മിസ് ഇത് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഈ ചെവിയിലേക്ക് ഇട്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ട് വിടും അല്ലേ? ഈ ചെവിയിലേക്ക് ഇട്ട് അപ്പുറത്തെ ചെവിയിലേക്കൂടെ അങ്ങ് കളയും. അപ്പൊ എന്താണ്? എന്തെങ്കിലും പഠിച്ചോ? ഇല്ല. അയ്യോ, നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല? ഞാൻ ഇല്ല, സുമാ മിസ് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല പറയും അല്ലേ? പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഇവിടെ നോട്ട് ചെയ്യോ അത് ഓർമ്മിച്ചു വെക്കുവോ ഒന്നും നിങ്ങൾ ചെയ്യില്ല അല്ലേ? അപ്പൊ ഇവിടെ ഇതിലേ കേട്ട് അതിലേ അങ്ങ് കളയും. അങ്ങനെ കളഞ്ഞൂടോ? വേസ്റ്റ് ആക്കി കളഞ്ഞൂടോ എല്ലാം? ഇല്ല, ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. നമുക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാണ്. നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് മുന്നോട്ട് പോവാൻ വേണ്ടിയല്ല, പക്ഷെ നമുക്കൊരു അറിവുണ്ടാവണം എല്ലാ കാര്യത്തിലും അല്ലേ? അപ്പൊ നമ്മൾ PSC ടെസ്റ്റ് പോലെ എഴുതുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ? PSC-യിലത്തെ ക്വസ്റ്റ്യനിലും വരും ഒരുപാട്. ആര്? ചെറുശ്ശേരിനെ പറ്റി. ഇപ്പൊ കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്?
ചെറുശ്ശേരിയുടെ കാവ്യമൊക്കെ നമ്മൾ പഠിച്ചു, കൃഷ്ണഗാഥ പഠിച്ചു, അമ്മയോട് അറിയാനില്ലേ അല്ല അമ്മയോട് പറയാനുള്ള വരികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചെറുശ്ശേരി അല്ല കൃഷ്ണഗാഥയുടെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് കാര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് ഈ അമ്മയോട് പറയാനുള്ളത് വിശദീകരിച്ച് പഠിച്ചിട്ടെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം അല്ലേ? കൃഷ്ണഗാഥ എന്ന മഹാകാവ്യത്തിന്റെ കർത്താവാണ് ആര്? ചെറുശ്ശേരി അല്ലേ? കൃഷ്ണഗാഥയിൽ ആരുടെ കഥയാണ് വിവരിക്കുന്നത്? ശ്രീകൃഷ്ണന്റെ. എന്താണ് റിലു? റിലു സങ്കടത്തോടെ എന്തൊക്കെയോ പറയാനുണ്ട് റിലുവിന്. പറ റിലു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നും കേൾക്കുന്നില്ല റിലുവിന്? കേൾക്കുന്നുണ്ട് പക്ഷെ കുറെ പേർക്ക് നെറ്റ് കുറവാന്ന് തോന്നുന്നു. ഒരു പ്രതികരണവും കാണുന്നില്ല. അതേ കുട്ടികൾക്കൊന്നും ഒരു പ്രതികരണവും ഇല്ല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കുറെ കുട്ടികള് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ കേൾക്കുന്നില്ലേ എന്ന് പലതവണ ചോദിച്ചു നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങള്. പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ മിസ് പറഞ്ഞേ? റിലുവിന് മനസ്സിലാവാത്ത കാര്യം എന്താ പറഞ്ഞത്? ഞാനിപ്പൊ പറഞ്ഞത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ചെറുശ്ശേരി എന്ന കവിയുടെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? ഈ പാഠം കൃഷ്ണഗാഥയിലത്തെ വരികളാണ് ഏത്? അമ്മയോട് പറയാൻ എന്ന ഈ കാവ്യം അല്ലെ? ഈ കവിത നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കവിത കൃഷ്ണഗാഥയിൽ നിന്നാണ് എടുത്തത്. ഈ കൃഷ്ണഗാഥയുടെ കർത്താവാണ് ആര്? ചെറുശ്ശേരി അല്ലെ? ഈ ചെറുശ്ശേരി പ്രാചീന കവിത്രയങ്ങളിൽപ്പെട്ട ഒരാളാണ്. ആര്? ചെറുശ്ശേരി. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ്? ഞാൻ ഇതൊക്കെ പറഞ്ഞു. ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങള്? ആർക്കും അറിയില്ല? ഒന്ന് കൈപൊക്കിയേ. ഏഞ്ചൽ റോസ് ഒന്ന് പറഞ്ഞേ മോളെ ഉറക്കെ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, ഉള്ളൂർ, കുഞ്ചൻ നമ്പ്യാർ. സോറി, പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. 3 പേരേ ഉള്ളൂ ട്ടോ. ആധുനിക കവിത്രയാണ് ആരൊക്കെ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആ 2 കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അത് മതി ഇന്ന് ട്ടോ. അപ്പോ ഈ പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ പ്രാചീന കവിത്രങ്ങൾ ആരൊക്കെ, ആധുനിക കവിത്രങ്ങൾ ആരൊക്കെ അതറിയാലോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൃഷ്ണഗാഥയിലത്തെ വരികളാണ് അല്ലേ? കൃഷ്ണഗാഥ ആരെഴുതിയതാണ്? പറഞ്ഞോ. ചെറുശ്ശേരി. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. എന്തൊക്കെ? കൃഷ്ണഗാഥയിലത്തെ വരികളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥയിലെ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത് അല്ലേ? ഇത്രയും മനസ്സിലായോ? ഓക്കെ, റിലു കേട്ടോ? റിലു